നമസ്കാരം. നമ്മൾ പഠിക്കാൻ പോകുന്നത് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ജീവന്റെ ഉത്ഭവം ഉണ്ടായത് സമുദ്രത്തിൽ. പാഞ്ചി എന്ന വൻകരയെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടത് പന്തലാസ. പാഞ്ചിയ എന്ന വൻകരയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടത് പന്തലാസ. ഭൗമോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രം? 71%. ഭൗമോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രം? 71%. ഭൂമിയിൽ ആകെ ജലത്തിന്റെ 3% മാത്രമാണ് ശുദ്ധജലം. ഭൂമിയിൽ ആകെ ജലത്തിന്റെ 3% മാത്രമാണ് ശുദ്ധജലം. ആകെ സമുദ്രങ്ങൾ 5. ആകെ സമുദ്രങ്ങൾ 5ആണ്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക്, ആർട്ടിക് എന്നിവയാണ് 5 സമുദ്രങ്ങൾ. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക്, ആർട്ടിക്. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗ തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ കണ്ടിജിയസ് സോൺ എന്ന് പറയുന്നു. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ കണ്ടിജിയസ് സോൺ എന്ന് പറയുന്നു. ഒരു നോട്ടിക്കൽ മൈൽ 1.852 മീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 മീറ്റർ ആണ്. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ആഴമറിയാൻ. സമുദ്രത്തിന്റെ ആഴമറിയാനാണ് സോണാർ ഉപയോഗിക്കുന്നത്. സമുദ്രങ്ങളുടെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് എക്കോ സൗണ്ടർ. സമുദ്രങ്ങളുടെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് എക്കോ സൗണ്ടർ. പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഏറ്റവും ആഴം കൂടുതലുള്ള സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും ആഴം കൂടുതലുള്ള സമുദ്രവും പസഫിക് സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക് സമുദ്രം. ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രം. ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലൻ. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലൻ. ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം 165 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം 165 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിൽ. എൽ നിനോ, ലാ നിനോ പ്രതിഭാസം നടക്കുന്നത് പസഫിക് സമുദ്രത്തിൽ. എൽ നിനോ, ലാ നിനോ പ്രതിഭാസം നടക്കുന്നത് പസഫിക് സമുദ്രത്തിൽ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം മറിയാന കിടങ്ങ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം മറിയാന കിടങ്ങ്. ഹബോൾട്ട്, പെറു, കുറോഷ്യ, ഒയാഷിയോ തുടങ്ങിയ സമുദ്രജല പ്രവാഹങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൽ. ഹംബോൾട്ട്, പെറു, കുറാഷിയോ, ഒയാഷിയോ തുടങ്ങിയ സമുദ്രജല പ്രവാഹങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൽ. കറുത്ത പ്രവാഹം എന്നറിയപ്പെടുന്ന ഉഷ്ണജല പ്രവാഹം കുറേഷ്യോ പ്രവാഹം. കറുത്ത പ്രവാഹം എന്നറിയപ്പെടുന്ന ഉഷ്ണജല പ്രവാഹം കുറേഷ്യോ പ്രവാഹം, ജപ്പാൻ പ്രവാഹം. കാലിഫോർണിയ ശീതജല പ്രവാഹം പസഫിക് സമുദ്രത്തിൽ. കാലിഫോർണിയ ശീതജല പ്രവാഹം പസഫിക് സമുദ്രത്തിൽ. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും നീങ്ങുന്ന സമുദ്രജല പ്രവാഹങ്ങൾ അറിയപ്പെടുന്നത് ഉഷ്ണജല പ്രവാഹങ്ങൾ. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും നീങ്ങുന്ന സമുദ്രജല പ്രവാഹങ്ങൾ അറിയപ്പെടുന്നത് ഉഷ്ണജല പ്രവാഹങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുന്ന പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുന്ന പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങൾ. പെറു തീരത്ത് കാണപ്പെടുന്ന ഉഷ്ണജല പ്രവാഹമാണ് എൽ നിനോ പ്രവാഹം. പെറു തീരത്ത് കാണപ്പെടുന്ന ഉഷ്ണജല പ്രവാഹമാണ് എൽ നിനോ പ്രവാഹം. അലാസ്ക ഉഷ്ണജല പ്രവാഹം പസഫിക് സമുദ്രത്തിൽ. അലാസ്ക ഉഷ്ണജല പ്രവാഹം പസഫിക് സമുദ്രത്തിൽ. ഹംബോൾട്ട് പ്രവാഹം, പെറു പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ഹംബോൾട്ട് പ്രവാഹം ശീതജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം 106.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. പ്രധാന മത്സ്യബന്ധന തുറമുഖമായ ഗ്രാൻഡ് ബങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത്. പ്രധാന മത്സ്യബന്ധന തുറമുഖമായ ഗ്രാൻഡ് ബങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത്.
അമേരിക്ക, ആഫ്രിക്ക വൻകരകൾക്കിടയിൽ ആണ് അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്ക, ആഫ്രിക്ക വൻകരകൾക്കിടയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ബർമുഡ ട്രയാങ്കിൾ ഉള്ളത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ബർമുഡ ട്രയാങ്കിൾ ഉള്ളത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അറ്റ്ലാന്റിക് സമുദ്ര പ്രദേശങ്ങളിലെ കൊടുങ്കാറ്റുകൾ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ. അറ്റ്ലാന്റിക് സമുദ്ര പ്രദേശങ്ങളിലെ കൊടുങ്കാറ്റുകൾ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജല പ്രവാഹം അറ്റ്ലാന്റിക് സർക്കംപോളാർ കറന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജല പ്രവാഹം അറ്റ്ലാന്റിക് സർക്കംപോളാർ കറന്റ്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന സമുദ്രജല പ്രവാഹങ്ങൾ ലാബ്രഡോർ, കാനറീസ്, ബെൻഗ്വേല, ഗൾഫ് സ്ട്രീം, ഫോക്ലാൻഡ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന സമുദ്രജല പ്രവാഹങ്ങളാണ് ലാബ്രഡോർ, കാനറീസ്, ബെൻഗ്വേല, ഗൾഫ് സ്ട്രീം, ഫോക്ലാൻഡ്. ബെൻഗ്വേല, ലാബ്രഡോർ എന്നിവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ്. ബെൻഗ്വേല, ലാബ്രഡോർ എന്നിവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ്. ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും കൂടിച്ചേരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും കൂടിച്ചേരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ 3-ാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രം. എം എന്ന ആകൃതിയിലുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. രത്നാകര എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. രത്നാകര എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. പാക് കടലിടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. പാക് കടലിടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. പേർഷ്യൻ ഉൾക്കടൽ, ചെങ്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. പേർഷ്യൻ ഉൾക്കടൽ, ചെങ്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന സമുദ്രജല പ്രവാഹങ്ങൾ ഏതെല്ലാം? മഡഗാസ്കർ, മൊസാംബിക്, അഗുൽഹാസ്, വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന സമുദ്രജല പ്രവാഹങ്ങളാണ് മഡഗാസ്കർ, മൊസാംബിക്, അഗുൽഹാസ്, വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം. അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. വലിപ്പത്തിൽ 4-ാം സ്ഥാനം അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വൻകരയെ ചുറ്റിയിരിക്കുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രോപരിതലത്തിൽ തണുത്തുറഞ്ഞു കിടക്കുന്നു. അന്റാർട്ടിക് സമുദ്രോപരിതലം തണുത്തുറഞ്ഞു കിടക്കുന്നു. ആർട്ടിക് സമുദ്രം. ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം. ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം. ഏറ്റവും ആഴം കുറഞ്ഞതും ചെറിയതുമായ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ആഴം കുറഞ്ഞതും ചെറിയതുമായ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ഉത്തര ധ്രുവമുള്ളത് ആർട്ടിക് സമുദ്രത്തിൽ. ഉത്തര ധ്രുവമുള്ളത് ആർട്ടിക് സമുദ്രത്തിൽ. താങ്ക് യു.